ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഒത്തിരി ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. മറ്റൊന്നും കൊണ്ടുമല്ല കേട്ടോ, പോയ പനി അമ്പുക്കുട്ടനും ശ്രീകുട്ടിക്കും പിന്നെ കൂട്ടത്തി എനിക്കും വന്ന് പിടിച്ച്. ഇപ്പം എന്തായാലും കുറച്ച് പനിയൊക്കെ കുറവുണ്ട്. പനിയൊക്കെ കുറഞ്ഞ് വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ അമ്മ അറിഞ്ഞ് പോച്ച പറിക്കാൻ പോവാ, വരുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കൊച്ചുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് വരാൻ. കേട്ട മതി കേൾക്കാത്ത മതി, കുട്ടിമണികളെയെല്ലാം പറക്കിക്കൂട്ടി പോകാൻ തുടങ്ങിയപ്പോഴേക്കും പോച്ചയ്ക്ക് പോയ അച്ഛനും അമ്മയൊക്കെ ഇങ്ങ് തിരിച്ചു പോരുന്നു. പിന്നെ പോവാനിറങ്ങിയ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തണ്ട എന്ന് കരുതി അമ്മ പറഞ്ഞു നമുക്കൊന്ന് ചുമ്മാ നടന്നിട്ട് വരാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ നാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടേയിരിക്കുക. അമ്പുക്കുട്ടനൊക്കെയാണെ ഭയങ്കര ഹാപ്പി. എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ തോടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തോട്. ഞങ്ങളൊക്കെ ഇതിനെ അന്തമൺ തോടെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇത് പുലമൺ തോടാണ് കേട്ടോ. കുറച്ചുകൂടി ഇങ്ങനെ അവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുലമൺ തോട് കല്ലടയാറുമായിട്ട് കൂടിച്ചേരുന്നൊരു ഭാഗമുണ്ട്. ഞങ്ങളൊക്കെ അതിനെ മൂഴി എന്നാണ് പറയുന്നത്. അന്തമൺ മൂഴി എന്നും പറയും. അങ്ങനെ ഇവിടുന്ന് കുറച്ച് താഴോട്ട് പോയാൽ മതി. കണ്ടോ, ഞങ്ങളുടെ നാട്ടിലുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കേട്ടോ. നല്ല ഭംഗിയില്ലേ. ഈ താഴോട്ട് പോകുന്ന വഴിക്കാണ് മൂഴിയുള്ളത്. ആ ഭാഗത്താണ് പുലമൺ തോടും കല്ലടയാറും കൂടെ കൂടിച്ചേരുന്നത്. ആ ഭാഗമൊക്കെ ഞാൻ പിന്നൊരിക്കൽ കാണിച്ചു തരാവേ. എന്തായാലും ഇപ്പം ഞങ്ങൾ അവിടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോരുന്നു. താരാപഥമാകെ തേടി ഓമൽ മുകിലാളെ ചൊല്ലുമോ താരാപഥമാകെ കനിവേകും പകലോ നെങ്ങോ മാഞ്ഞു പറയൂ നീ പ്രാണൻ പ്രാണനാമരൻ താതനെ തിരിച്ചു പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞു എന്തായാലും അച്ഛൻ അവിടെ നമുക്കൊരു കുഞ്ഞു പശുക്കുട്ടി ഉണ്ട് കേട്ടോ. ആ പശുക്കുട്ടി ഇങ്ങനെ പുല്ലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും വൈകുന്നേരം അഴിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമൊക്കെ ഇങ്ങനെ പശുക്കുട്ടി അഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് നമ്മുടെ നാട്ടിലെ കട്ടച്ചൂള. അങ്ങനെ 2-3-4 കട്ടച്ചൂളയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ നിൽക്കുന്ന കട്ടച്ചൂളയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അച്ഛൻ ഇവിടെ ഇതിനകത്തുണ്ട് നമ്മുടെ പശുക്കുട്ടിയൊക്കെ തീറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും നമുക്ക് അച്ഛൻ്റെ അടുത്തൂടെ ഒന്ന് പോയിട്ട് അതുവഴി തിരിച്ച് കയറി അങ്ങ് വീട്ടിൽ പോവാന്ന്. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വീടിനടുത്തുള്ള ഒരു അമ്മാമ്മയെ കണ്ടത്. പിന്നെ അമ്മാമ്മ എടുത്തിരുന്ന് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴുണ്ടടാ അമ്പുക്കുട്ടൻ 2 പട്ടിക്കുട്ടികളെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അമ്പുക്കുട്ടൻ്റെ അടുത്തോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പുക്കുട്ടൻ്റെ അടുത്തോട്ട് ഈ പട്ടിക്കുട്ടികൾ വന്നപ്പോൾ കുഞ്ഞണീറ്റ് ഓടി കേട്ടോ. അതൊക്കെ ഈ ദൂരെ നിന്നുള്ള കണക്കും ആ ഒരു നോട്ടമൊക്കെ ഉള്ളൂ. ശ്രീകുട്ടി പിന്നെ എത്ര പനിയാണെങ്കിലും പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ ഭയങ്കര സന്തോഷമാണല്ലോ. ആ സന്തോഷം അവളുടെ മുഖത്തും കാണാനുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അമ്മാമ്മ എഴുതി ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളത് തിരിച്ച് അച്ഛൻ്റെ അടുത്തോട്ട് പോവാട്ടോ.
ദാ ഇവിടെ ഒരു മീൻകുളം ഉണ്ടായിരുന്നേ, നിറയെ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ കുറച്ച് നാളായിട്ട് ഇവിടെ മീനൊന്നും വളർത്തുന്നില്ല. അച്ഛൻ താണ്ട് അവിടെ നിന്ന് പശുക്കുട്ടിയൊക്കെ തീറ്റാൻ വേണ്ടി ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നു. പിന്നെ അച്ഛൻ്റെ അടുത്തും കുറച്ച് നേരം നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവാം വീട്ടിലോട്ട്. ഇത് നമ്മുടെ വീടിൻ്റെ താഴത്തെ പറമ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചുളക്കകത്തൂടെ കട്ട ഉണ്ടാക്കുന്ന മെഷീനൊക്കെ അമ്പുകൂട്ടനൊക്കെ ഒന്ന് കാണിച്ചൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചിതാ വീട്ടിലേക്ക് പോവാം കേട്ടോ. എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ അടിച്ച് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.